ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരി ഓം. അതാ ഓം ഗണപതയേ നമ. അഭയവരദഹസ്ത പാശദന്താക്ഷമാല ശൃണിപരസുദധാനേ മുദ്ഗരം മോദകം ച ഫലമധിഗതസിംഹ പഞ്ചമാതംഗവക്ത്രോ ഗണപതിരധിഹദൂര പാദുഹേരംബനാമ. ഓം സംസരസ്വത്യേ നമ. പദ്മാസനസ്താം കരപങ്കജാഭ്യാം രക്തോപലേ സന്ദധതീം ത്രിനേത്രാം ആബിഭ്രതീമാഭരണാനി രക്താം പദ്മാവതീം സരസ്വതീം പദ്മമുഖീം ഭജാമ. ഓം ഗും ഗുരുഭ്യോ നമ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. കോമളം പൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ആസദാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ധ്യാനിക്കുന്നു ഞാൻ അമ്മേ ഭഗവത്ഗീതേ 18 അധ്യായങ്ങളിൽ വിലസുന്ന ദേവി. ഭഗവാൻ നാരായണൻ സ്വയം അർജുനനായി ഉപദേശിച്ചതാമൃതമൊഴിയേ ഭവനാശിനി. അദ്വൈതാമൃതം പൊഴിച്ചു വിരാജിക്കും ഭഗവതി. വേദവ്യാസമുനി മഹാഭാരതമധ്യേ വിരചിച്ചു വിജയിച്ചതാമക്ഷരദേവതേ ബോധപ്രകാശിനി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദൈः ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാബ്ദം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യാതൊരു ദേവന്റെ കൃപയാൽ മൂകൻ വാഗ്മിയാകുന്നുവോ? മുടന്തനും വന്മല കയറാൻ പ്രാപ്തനാകുന്നുവോ? പരമാനന്ദത്തിൻ ഉറവയാകുമാ മാധവനെ വന്ദിക്കുന്നു ഞാൻ. ബ്രഹ്മാവും വരുണനും ഇന്ദ്രരുദ്രമരുത്തുക്കളും ദിവ്യസ്തോത്രങ്ങളാൽ ആരെ സ്തുതിക്കുന്നുവോ? വേദാംഗങ്ങൾ പദക്രമങ്ങൾ ഉപനിഷത്തുകൾ എല്ലാം സമ്യക്കായി ചേർത്ത് വേദമന്ത്രങ്ങളാൽ സാമഗായക വൃന്ദമാരെ പ്രകീർത്തിക്കുന്നുവോ? യോഗനിഷ്ഠർ ധ്യാനദൃഷ്ടിയുറപ്പിച്ചാരെ കാണുന്നുവോ? ദേവാസുരഗണങ്ങൾ ആരുടെ മഹിമയറിയുന്നില്ലയോ? ആ ദേവദേവനായിതാ നമസ്കാരം എൻ വന്ദനം. ദേവദേവനായിതാ നമസ്കാരം എൻ വന്ദനം. ഭഗവത്ഗീത 5-ാം അധ്യായം ജ്ഞാനയോഗം. അർജുന ഉവാച. സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച സംസസി യശ്രേയേതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.
ശ്രീമദ് ഭഗവത്ഗീത കർമ്മ സന്യാസയോഗം. അർജുന ഉവാച കർമ്മസന്യാസത്തെയും കർമ്മയോഗത്തെയും ഒരുപോലെ പുകഴ്ത്തിപ്പറഞ്ഞുവല്ലോ കൃഷ്ണ. പറയൂ സാധകർക്കിവ രണ്ടിൽ ഏതാണു കൂടുതൽ ശ്രേയസ്കരം? ഈ വഴികളിൽ ഒന്നെനിക്കു തീർച്ചയാക്കി പറഞ്ഞു തന്നാലും ഏതാണെനിക്കേറെ ഹിതകരം? കർമ്മസന്യാസത്തെയും കർമ്മയോഗത്തെയും ഒരുപോലെ പുകഴ്ത്തിപ്പറഞ്ഞുവല്ലോ കൃഷ്ണ. പറയൂ സാധകർക്കിവ രണ്ടിൽ ഏതാണ് കൂടുതൽ ശ്രേയസ്കരം? ഈ വഴികളിൽ ഒന്നെനിക്കു തീർച്ചയാക്കി പറഞ്ഞു തന്നാലും ഏതാണെനിക്കേറെ ഹിതകരം? ശ്രീഭഗവാനുവാച സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മ സന്യാസാദ് കർമ്മയോഗോ വിശിഷ്യതേ. ശ്രീഭഗവാൻ പറഞ്ഞു, കർമ്മസന്യാസവും കർമ്മയോഗവും ഒരുപോലെ മോക്ഷമാർഗങ്ങൾ. കർമ്മസന്യാസത്തിനേക്കാളേറെ ശ്രേഷ്ഠമാകുന്നത് കർമ്മയോഗം. ആഗ്രഹപൂർത്തിക്കായി അലസത വെടിഞ്ഞു കർമ്മങ്ങൾ ചെയ്യണം. വാസനകളുള്ളിടത്തോളം കർമ്മങ്ങൾ ചെയ്യുക അനിവാര്യമാം. സ്വാർത്ഥതകൾ വെടിഞ്ഞു യജ്ഞഭാവത്തിൽ ചെയ്യുന്നവ നിഷ്കാമകർമ്മങ്ങളാവുന്നു. വാസനാമാലിന്യങ്ങൾ അതിനാൽ ഇല്ലാതെയാവുന്നു. കർമ്മസന്യാസവും കർമ്മയോഗവും ഒരുപോൽ മോക്ഷമാർഗങ്ങൾ. കർമ്മസന്യാസത്തിനേക്കാളേറെ ശ്രേഷ്ഠമാകുന്നത് കർമ്മയോഗം. ആഗ്രഹപൂർത്തിക്കായി അലസത വെടിഞ്ഞു കർമ്മങ്ങൾ ചെയ്യണം. വാസനകൾ ഉള്ളിടത്തോളം കർമ്മങ്ങൾ ചെയ്യുക അനിവാര്യമാം. സ്വാർത്ഥതകൾ വെടിഞ്ഞു യജ്ഞഭാവത്തിൽ ചെയ്യുന്നവ നിഷ്കാമകർമ്മങ്ങളാവുന്നു. വാസനാമാലിന്യങ്ങൾ അതിനാൽ ഇല്ലാതെയാവുന്നു. ജ്ഞേയഃ സ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. ഒന്നിലും ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്തവൻ തന്നെ നിത്യസന്യാസി. മഹാബാഹുവാം അർജുന, രാഗദ്വേഷങ്ങളില്ലാത്തവൻ നിർദ്വന്ദ്വൻ. ബന്ധങ്ങളിൽ നിന്നും എളുപ്പത്തിൽ മുക്തനായിടും. വാസനാബദ്ധൻ ഉണ്ടാവും ഇഷ്ടാനിഷ്ടങ്ങൾ രാഗദ്വേഷങ്ങളും. ഒന്നിലും ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്തവൻ തന്നെ നിത്യസന്യാസി. മഹാബാഹുവാം അർജുന, രാഗദ്വേഷങ്ങളില്ലാത്തവൻ നിർദ്വന്ദ്വൻ. ബന്ധങ്ങളിൽ നിന്നും എളുപ്പത്തിൽ മുക്തനായിടും. വാസനാബദ്ധൻ ഉണ്ടാവും ഇഷ്ടാനിഷ്ടങ്ങൾ രാഗദ്വേഷങ്ങളും. സാഖ്യയോഗൗ പൃഥക് ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിതഃ സമ്യഗ് ഉഭയോർവിന്ദതേ ഫലം. സാഖ്യയോഗവും കർമ്മയോഗവും രണ്ടും വെവ്വേറെയാണെന്ന് ബാലരാമജ്ഞാനികൾ മാത്രമേ പറയൂ, പണ്ഡിതർ പറയില്ലത്. ഇവയേതെങ്കിലും സമാചരിച്ചെന്നാൽ രണ്ടിന്റെ ഫലവും അനുഭവിക്കാം. ഞാൻ ചെയ്യുന്നുവെന്ന കർത്തൃത്വഭാവം വെടിയുന്നത് സാഖ്യയോഗം. കർമ്മഫലം എനിക്കുള്ളതെന്ന ഭാവം വെടിഞ്ഞാൽ അത് കർമ്മയോഗം. രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്നു തന്നെ, അതിനാൽ ഫലവും ഒന്നു തന്നെയാം. സാഖ്യയോഗവും കർമ്മയോഗവും രണ്ടും വെവ്വേറെയാണെന്ന് ബാലരാമജ്ഞാനികൾ മാത്രമേ പറയൂ, പണ്ഡിതർ പറയില്ലത്.
ഇവയേതെങ്കിലും സമാചരിച്ചെന്നാൽ രണ്ടിന്റെ ഫലവും അനുഭവിക്കാം. ഞാൻ ചെയ്യുന്നുവെന്ന കർത്തൃത്വഭാവം വെടിയുന്നത് സാഖ്യയോഗം. കർമ്മഫലം എനിക്കുള്ളതെന്ന ഭാവം വെടിഞ്ഞാലത് കർമ്മയോഗം. രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്നു തന്നെയതിനാൽ ഫലവും ഒന്നു തന്നെയാം. യത്സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരഭിഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. സാഖ്യന്മാരെത്തിടും ലക്ഷ്യത്തിൽ തന്നെ യോഗികളും എത്തിടുന്നു. സാഖ്യയോഗങ്ങളൊന്നെന്നു കാണുന്നവൻ ശരിയായി കാണുന്നവൻ. ധ്യാനത്തിലൂടെ സാഖ്യന്മാർ പരമാത്മതത്വം പ്രാപിക്കുന്നു. അന്ധക്കരണം ശുദ്ധമാക്കി സാഖ്യയോഗത്തിനധികാരിയാകുന്ന കർമ്മയോഗികൾ നേടുന്നു ആത്മവിശുദ്ധി, ഒടുവിൽ പരമം പദം. ഇക്കാര്യം സുവ്യക്തമായുള്ളിൽ സ്വാനുഭൂതിയാക്കി അറിവുറച്ചവൻ ദൃശ്യവും ദൃഷ്ടാവും എല്ലാം ഒന്നെന്നു കാണുന്നു, അനുഭവിച്ചറിയുന്നു. സാഖ്യന്മാരെത്തിടും ലക്ഷ്യത്തിൽ തന്നെ യോഗികളും എത്തിടുന്നു. സാഖ്യയോഗങ്ങൾ ഒന്നെന്നു കാണുന്നവൻ ശരിയായി കാണുന്നവൻ. ധ്യാനത്തിലൂടെ സാഖ്യന്മാർ പരമാത്മതത്വം പ്രാപിക്കുന്നു. അന്ധക്കരണം ശുദ്ധമാക്കി സാഖ്യയോഗത്തിനധികാരിയാകുന്ന കർമ്മയോഗികൾ നേടുന്നു ആത്മവിശുദ്ധി, ഒടുവിൽ പരമം പദം. ഇക്കാര്യം സുവ്യക്തമായുള്ളിൽ സ്വാനുഭൂതിയാക്കി അറിവുറച്ചവൻ ദൃശ്യവും ദൃഷ്ടാവും എല്ലാം ഒന്നെന്നു കാണുന്നു, അനുഭവിച്ചറിയുന്നു. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ നജിരേണാധിഗച്ഛതി. കർമ്മയോഗം നന്നായനുഷ്ഠിക്കാതെ എങ്ങനെ പ്രാപിക്കും മഹതാകും സന്യാസത്തിൻ തലം മഹാബാഹുവാമർജുന. കർമ്മമനുഷ്ഠിക്കാത്തവൻ കർമ്മത്തെ ത്യജിക്കുന്നതെങ്ങനെ? ഉചിത കർമ്മങ്ങൾ ചെയ്യണം മനോമാലിന്യങ്ങൾ നീങ്ങുവാൻ. കർമ്മയോഗം ചെയ്ത് ആത്മശുദ്ധി കൈവന്നിട്ടു ധ്യാനത്തിൽ മുഴുകുന്നവൻ താമസം വിനാ ബ്രഹ്മപദത്തിലെത്തുന്നു. മനസ്സു ശുദ്ധമായാലേ ആത്മാനുസന്ധാനം സാധ്യമാവൂ. ബ്രഹ്മനിഷ്ഠയിൽ കർമ്മങ്ങൾ സ്വയമേവ വിട്ടുപോകുന്നു. ധ്യാനത്തിലൂടെ സാധകൻ ആത്മസാക്ഷാത്കാരമണയുന്നു. കർമ്മയോഗം നന്നായനുഷ്ഠിക്കാതെ എങ്ങനെ പ്രാപിക്കും മഹതാകും സന്യാസത്തിൻ തലം മഹാബാഹുവാമർജുന. കർമ്മമനുഷ്ഠിക്കാത്തവൻ കർമ്മത്തെ ത്യജിക്കുന്നതെങ്ങനെ? ഉചിത കർമ്മങ്ങൾ ചെയ്യണം മനോമാലിന്യങ്ങൾ നീങ്ങുവാൻ. കർമ്മയോഗം ചെയ്ത് ആത്മശുദ്ധി കൈവന്നിട്ടു ധ്യാനത്തിൽ മുഴുകുന്നവൻ താമസം വിനാ ബ്രഹ്മപദത്തിലെത്തുന്നു. മനസ്സു ശുദ്ധമായാലേ ആത്മാനുസന്ധാനം സാധ്യമാവൂ. ബ്രഹ്മനിഷ്ഠയിൽ കർമ്മങ്ങൾ സ്വയമേവ വിട്ടുപോകുന്നു. ധ്യാനത്തിലൂടെ സാധകൻ ആത്മസാക്ഷാത്കാരമണയുന്നു. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. കർമ്മയോഗം ചെയ്തു വാസനാമാലിന്യങ്ങൾ അകറ്റി യോഗയുക്തനായി മനസ്സിനെ പ്രശാന്തമാക്കി ഇന്ദ്രിയങ്ങളെ സമ്യക്കായടക്കി വിജയിച്ച സാധകൻ സർവചരാചരങ്ങളിലും കുടികൊള്ളും ആത്മാവും താനും രണ്ടല്ലെന്നുള്ള അറിവിനെ സാക്ഷാത്കരിക്കുന്നു. പിന്നീട് അയാൾ കർമ്മങ്ങൾ എന്തു ചെയ്താലും അവ വാസനകളായി
അയാളെ ബദ്ധനാക്കുന്നുമില്ല. കർമ്മയോഗവും ധ്യാനവും യോഗയുക്തനിൽ ഒരുപോൽ ചേർന്നിരിക്കുന്നതിനാൽ അയാൾ ബുദ്ധി തെളിഞ്ഞു വിശുദ്ധാത്മാവാകുന്നു. മനസ്സു ശാന്തമാകയാൽ വിജിതാത്മാവാകുന്നു. ഇന്ദ്രിയങ്ങൾ അടങ്ങിയൊതുങ്ങി ജിതേന്ദ്രിയനാവുന്നു. ധ്യാനത്തിനുള്ള തടസ്സങ്ങളില്ലാതെയാവുന്നു. താമസം വിനാ ബ്രഹ്മാനുഭൂതിയും കൈവരുന്നു. കർമ്മയോഗം ചെയ്തു വാസനാമാലിന്യങ്ങൾ അകറ്റി യോഗയുക്തനായി മനസ്സിനെ പ്രശാന്തമാക്കി ഇന്ദ്രിയങ്ങളെ സമ്യക്കായടക്കി വിജയിച്ച സാധകൻ സർവചരാചരങ്ങളിലും കുടികൊള്ളും ആത്മാവും താനും രണ്ടല്ലെന്നുള്ള അറിവിനെ സാക്ഷാത്കരിക്കുന്നു. പിന്നീടയാൾ കർമ്മങ്ങൾ എന്തു ചെയ്താലും അവ വാസനകളായി അയാളെ ബദ്ധനാക്കുന്നുമില്ല. കർമ്മയോഗവും ധ്യാനവും യോഗയുക്തനിൽ ഒരുപോൽ ചേർന്നിരിക്കുന്നതിനാൽ അയാൾ ബുദ്ധി തെളിഞ്ഞു വിശുദ്ധാത്മാവാകുന്നു. മനസ്സു ശാന്തമാകയാൽ വിജിതാത്മാവാകുന്നു. ഇന്ദ്രിയങ്ങൾ അടങ്ങിയൊതുങ്ങി ജിതേന്ദ്രിയനാവുന്നു. ധ്യാനത്തിനുള്ള തടസ്സങ്ങളില്ലാതെയാവുന്നു. താമസം വിനാ ബ്രഹ്മാനുഭൂതിയും കൈവരുന്നു. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ജീവബ്രഹ്മൈക്യ തത്വമറിയും കർമ്മയോഗി കാണുമ്പോഴും കേൾക്കുമ്പോഴും തൊടുമ്പോഴും മണക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ശ്വസിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും എടുക്കുമ്പോഴും കണ്ണുകൾ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാ കർമ്മത്തിലും ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വർത്തിക്കുന്നു. താനൊന്നും ചെയ്യുന്നില്ല എന്നേ ഉള്ളിൽ വിചാരിക്കൂ. ആർക്കുമാവില്ല കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുവാൻ. കർത്തൃത്വഭാവമില്ലാതെ നാം ചെയ്യും സഹജകർമ്മങ്ങൾ അറിയുന്നതേയില്ല നാം. അതുപോലെ ജ്ഞാനി താൻ ചെയ്യും കർമ്മങ്ങൾ താൻ ചെയ്യുന്നതായി സ്വയം കരുതുന്നതേയില്ല. ജീവബ്രഹ്മൈക്യ തത്വമറിയും കർമ്മയോഗി കാണുമ്പോഴും കേൾക്കുമ്പോഴും തൊടുമ്പോഴും മണക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ശ്വസിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും എടുക്കുമ്പോഴും കണ്ണുകൾ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാ കർമ്മത്തിലും ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വർത്തിക്കുന്നു. താനൊന്നും ചെയ്യുന്നില്ല എന്നേ ഉള്ളിൽ വിചാരിക്കൂ. ആർക്കുമാവില്ല കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുവാൻ. കർത്തൃത്വഭാവമില്ലാതെ നാം ചെയ്യും സഹജ കർമ്മങ്ങൾ അറിയുന്നതേയില്ല നാം. അതുപോൽ ജ്ഞാനി താൻ ചെയ്യും കർമ്മങ്ങൾ താൻ ചെയ്യുന്നതായി സ്വയം കരുതുന്നതേയില്ല. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേ ന സ പാപേന പത്മപത്രമിവാംഭസാ. യാതൊരുവൻ കർമ്മങ്ങളെല്ലാം ബ്രഹ്മാർപ്പണമായി സംഘം വെടിഞ്ഞു ചെയ്യുന്നുവോ അവൻ പാപത്താൽ ബാധിക്കപ്പെടുന്നില്ല. താമരയിലയിൽ ജലമെന്ന പോലെ മനസ്സുണ്ടെങ്കിലാവില്ല പൂർണ്ണമായും സംഘം ത്യജിക്കുവാൻ. നിലനിൽക്കാൻ മനസ്സിനു വേണം ഒട്ടി നിൽക്കും ഉപാധികൾ. കർമ്മത്തിലല്ല ബ്രഹ്മതത്വത്തിലാകണം സംഘം. അപ്പോൾ കർത്തൃത്വാഭിമാനം നീങ്ങുന്നു, ആത്മാനുഭൂതി കൈവരുന്നു. ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന ഭാവങ്ങൾ പാപപുണ്യങ്ങളെ സഞ്ചയിക്കുന്നു. എന്നാൽ സ്വയമൊട്ടാതെ ആത്മജ്ഞാനിയാം സാധകൻ ചെയ്യും കർമ്മങ്ങൾ അയാളെ ബാധിക്കയില്ല. താമരയിൽ ജലമൊട്ടുമൊട്ടാത്ത പോലെ
യാതൊരുവൻ കർമ്മങ്ങളെല്ലാം ബ്രഹ്മാർപ്പണമായി സംഘം വെടിഞ്ഞു ചെയ്യുന്നുവോ അവൻ പാപത്താൽ ബാധിക്കപ്പെടുന്നില്ല താമരയിലയിൽ ജലമെന്ന പോലെ. മനസ്സുണ്ടെങ്കിലാവില്ല പൂർണ്ണമായും സംഘം ത്യജിക്കുവാൻ. നിലനിൽക്കാൻ മനസ്സിനു വേണം ഒട്ടി നിൽക്കും ഉപാധികൾ. കർമ്മത്തിലല്ല ബ്രഹ്മതത്വത്തിലാവണം സംഘം. അപ്പോൾ കർത്തൃത്വാഭിമാനം നീങ്ങുന്നു, ആത്മാനുഭൂതി കൈവരുന്നു. ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന ഭാവങ്ങൾ പാപപുണ്യങ്ങളെ സഞ്ചയിക്കുന്നു. എന്നാൽ സ്വയമൊട്ടാതെ ആത്മജ്ഞാനിയാം സാധകൻ ചെയ്യും കർമ്മങ്ങൾ അയാളെ ബാധിക്കയില്ല, താമരയിലയിൽ ജലമൊട്ടുമൊട്ടാത്ത പോലെ. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. അന്ധക്കരണശുദ്ധി നേടാനായി സംഘം വെടിഞ്ഞു യോഗികൾ ശരീരമനോബുദ്ധികളാം ഉപകരണങ്ങൾ നന്നായി ഉപയോഗിച്ചു കർമ്മങ്ങൾ ചെയ്യുന്നു. അവയിലൊന്നും അഭിമാനലേശമില്ലാതെ ദേഹത്തിനുള്ളിൽ നടക്കും കർമ്മത്തിൽ നാം എത്ര നിസ്സംഗനാണോ അതുപോൽ കർമ്മയോഗിയാം സാധകൻ ബാഹ്യകർമ്മങ്ങളെയും സാക്ഷീഭാവത്തിൽ കാണുന്നു, ആത്മശുദ്ധി നേടുവാനായി മാത്രം. അന്ധക്കരണശുദ്ധി നേടാനായി സംഘം വെടിഞ്ഞു യോഗികൾ ശരീരമനോബുദ്ധികളാം ഉപകരണങ്ങൾ നന്നായി ഉപയോഗിച്ചു കർമ്മങ്ങൾ ചെയ്യുന്നു. അവയിലൊന്നും അഭിമാനലേശമില്ലാതെ ദേഹത്തിനുള്ളിൽ നടക്കും കർമ്മത്തിൽ നാം എത്ര നിസ്സംഗനാണോ അതുപോൽ കർമ്മയോഗിയാം സാധകൻ ബാഹ്യകർമ്മങ്ങളെയും സാക്ഷീഭാവത്തിൽ കാണുന്നു, ആത്മശുദ്ധി നേടുവാനായി മാത്രം. യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിം ആപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. കർമ്മഫലങ്ങളെ ഉപേക്ഷിച്ച് സമചിത്തനാം സാധകൻ യോഗനിഷ്ഠനായി വർത്തിച്ചു പരമശാന്തിയെ പ്രാപിച്ചിടുന്നു. സമചിത്തതയില്ലാത്തവൻ ആശകളുടെ പ്രേരണയാൽ ഫലാസക്തനാവുന്നു, അങ്ങിനെ ബന്ധനത്തിലുമാവുന്നു. മനോകാലുഷ്യഹേതു കർമ്മങ്ങളല്ല ഫലാകാംക്ഷ തന്നെ. ഫലാകാംക്ഷയില്ലാതെ കർമ്മം ചെയ്യുന്നവൻ യുക്തൻ, ഫലാസക്തിയിൽ കർമ്മം ചെയ്തു ബദ്ധനായവൻ അയുക്തൻ. നിഷ്കാമകർമ്മം സംസാരബന്ധനമഴിക്കുമ്പോൾ സകാമകർമ്മം സംസാരബന്ധനക്കെട്ടുകൾ മുറുക്കുന്നു. കർമ്മഫലങ്ങളെ ഉപേക്ഷിച്ച് സമചിത്തനാം സാധകൻ യോഗനിഷ്ഠനായി വർത്തിച്ചു പരമശാന്തിയെ പ്രാപിച്ചിടുന്നു. സമചിത്തതയില്ലാത്തവൻ ആശകളുടെ പ്രേരണയാൽ ഫലാസക്തനാവുന്നു, അങ്ങിനെ ബന്ധനത്തിലുമാവുന്നു. മനോകാലുഷ്യഹേതു കർമ്മങ്ങളല്ല ഫലാകാംക്ഷ തന്നെ. ഫലാകാംക്ഷയില്ലാതെ കർമ്മം ചെയ്യുന്നവൻ യുക്തൻ, ഫലാസക്തിയിൽ കർമ്മം ചെയ്തു ബദ്ധനായവൻ അയുക്തൻ. നിഷ്കാമകർമ്മം സംസാരബന്ധനമഴിക്കുമ്പോൾ സകാമകർമ്മം സംസാരബന്ധനക്കെട്ടുകൾ മുറുക്കുന്നു. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. 12ാമത്തെ ശ്ലോകത്തോടുകൂടി ഇന്ന് ഫ്രാൻസിസ് സാറ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കേൾക്കാമായിരുന്നു, അല്ലെങ്കിൽ ഗോവിച്ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടാവും ഉറപ്പാണ്. ഹരി ഓം. ഇന്ന് നമ്മൾ സാർ എത്തിയിട്ടുണ്ടല്ലോ, സാറിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് കേൾക്കാം. നമുക്ക് എന്നിരുന്നാലും 2 കാര്യങ്ങളാണ് ഞാൻ പ്രത്യേകം ഇതിനകത്ത് നോട്ട് ചെയ്തത്. സുഖന്റെ ആ ട്രാൻസ്ലേഷനിൽ നിന്ന് ആ വിവരണാത്മകമായ ഭാഷാ പരിവർത്തനത്തിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കർമ്മയോഗവും സാഖ്യയോഗവും തമ്മിൽ വാസ്തവത്തിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് നമുക്ക് 4ാമത്തെ ശ്ലോകം കൊണ്ട് മനസ്സിലാക്കി തരുന്നു. അതുപോലെ അദ്വൈത ചിന്തയുടെ പരമമായ പദത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് 5ാമത്തെ ശ്ലോകത്തിലൂടെ
സുവിന്റെ പരിവർത്തനത്തിൽ, ഭാഷാ പരിവർത്തനത്തിൽ കേൾക്കാനിടയായത്. ദൃശ്യവും ദൃഷ്ടാവും ഒന്ന് തന്നെ ദൃശ്യവും എന്ന് ദൃഷ്ടാവും ഒന്നെന്ന് കാണുന്നു, അത് അനുഭവിച്ചറിയുന്നു എന്നാണ്. അത് അതെ, അത് അതാണല്ലോ സാഖ്യന്മാരും യോഗികളും ഒരേ ലക്ഷ്യത്തിലെത്തുന്നു. അത് രണ്ടും ഒന്നായി കാണുന്നവനാണ് ശരിക്കും കാണുന്നത്. പശ്യതി സ പശ്യതി എന്നാണല്ലോ. അങ്ങനെ കാണുന്നവൻ കാണുന്നു എന്നുള്ളതാണ്. സാറിന്റെ ഒരു എന്തെങ്കിലും കേൾക്കാനൊരു സന്തോഷമുണ്ട്. 5-ാമത്തെ അധ്യായമാണ് സർ, കർമ്മ സന്യാസം. 5-ാമത്തേൽ 12 വരെയാണ് ഇപ്പൊ ഒന്ന് നോക്കിയത് ഞാൻ. സാറിന്റെ മ്യൂട്ടാണല്ലോ സാർ മ്യൂട്ടാണ് കേട്ടോ. യഹ പശ്യതി സഹ പശ്യതി എന്നാണ്. അതെ, യാതൊരുവൻ കാണുന്നു അവനാണ് കാണുന്നത്, അയാളാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ പശ്യതി, കാണുക എന്നുള്ളതിനർത്ഥം നമുക്ക് അനുഭവ ഗോചരമാവുക എന്നുള്ളതാണ്. അനുഭവം എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് നമുക്കൊരു കാണലുണ്ട്, അതിലൊരു അനുഭവമുണ്ട്. പക്ഷെ അതല്ല, അതെന്താണ്? അത് മൃഗങ്ങൾ കാണുന്നതിന് തുല്യമായിട്ടുള്ളതാണ്. പശ്യതി അവിശേഷേണ. മൃഗം സാധാരണഗതിയില് സംസ്കൃതത്തില് പശു എന്ന് പറയുന്നതിന്റെ അർത്ഥം മൃഗം എന്നാണ്. മൃഗം എന്ന സംസ്കൃതത്തിൽ പറഞ്ഞാൽ അതിനർത്ഥം മാൻ എന്നുമാണ്. അപ്പൊ നമ്മൾ പറയുന്ന പശു അത് ഗോവെന്നാണ്. അപ്പൊ പശു എന്ന് സാമാന്യേന മൃഗങ്ങളെ പറയുന്ന വാക്കാണ്. അതിന് പറയുന്ന വ്യുത്പത്തി പശ്യതി അവിശേഷേണ എന്നാണ്. വിശേഷമില്ലാതെ കാണുന്നവയാണ് മൃഗങ്ങൾ. അപ്പൊ വിശേഷമില്ലാതെ കാണുമ്പോൾ മനുഷ്യനും നമ്മൾ മൃഗങ്ങൾ എന്ന് പറയുന്ന തിര്യക്കുകളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. കാരണം അവിടെ കാണൽ എന്ന് പറയുന്നത് അനുഭൂതി വിശേഷമാണ്. കാണുക എന്ന് പറയുന്നത് ശരിക്ക് ഉള്ളതിന് അനുഭൂതി ആവുമ്പോൾ അതെന്താണ്? അനുഭവിക്കുകയാണ്. അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ ആവിഷ്കരിക്കുന്ന ആൾ എന്തിനെ അനുഭവിച്ചുവോ അത് തന്നെ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. അനുഭവം ഈ പദങ്ങളൊക്കെ ശരിക്ക് ഒരു ഫിലോസോഫിക്കലാണ്. ഈ പദങ്ങളൊക്കെ തന്നെ ഇപ്പൊ നമ്മള് ഒരു കാവ്യം ഒരു കവി രചിക്കുന്നു. അത് രചിക്കുമ്പോൾ അതിനെ പഠിക്കുന്ന സഹൃദയനുള്ളിൽ എന്താ ഉണ്ടാകുന്നത്? അനുഭാവങ്ങൾ ഉണ്ടാകുന്നു, അനുഭവിക്കുന്നു. അപ്പൊ ആദ്യം ഇത് ഒരു ദ്രഷ്ടാവിന്റെ മനസ്സിൽ ഒരു പ്രത്യേകമായ അർത്ഥതലത്തോട് കൂടിയിട്ട് ഉണ്ടായി. അതേ വിധത്തിൽ അത് സഹൃദയന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്, അഥവാ അനുഭവിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞതിന് കവി എന്ത് പറഞ്ഞിട്ടുണ്ടോ? കവി എന്ന് പറഞ്ഞാല് ഇപ്പൊ വ്യാസൻ കവിയാണ്. വ്യാസൻ ഒരു വലിയ കവിയാണ്. ദർശിക്കുകയും അതിനെ പ്രകീർത്തിക്കുകയും പാടുകയും ചെയ്തു. അപ്പൊ അത് കവിയാണ്. അപ്പൊ ആ കവി എങ്ങനെ കണ്ടുവോ അതേ വിധത്തിൽ കാണുമ്പോ നമ്മൾ വിശേഷേണ ദർശിക്കുന്നവരാകുന്നു. പശുക്കൾ കാണുന്നത് അവിശേഷേണ പശ്യതി, നമ്മൾ വിശേഷേണ കാണുന്നു. പശുക്കൾ എങ്ങനെയാ? മൃഗങ്ങളെങ്ങനെയാണ്? ഒരു മൃഗം ഒരു വഴി കൂടെ പോയി, അത് അപകടത്തിൽപ്പെട്ടു എന്ന് കണ്ടാൽ പോലും മറ്റു മൃഗങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ആ മാർഗത്തിൽ നിന്ന് മാറുന്നില്ല, അവരതിൽ തന്നെ പോവുകയാണ്. സംസ്കൃതത്തിലൊരു ന്യായമുണ്ട്, ഗഡ്ഡരിക പ്രവാഹ ന്യായം എന്നുള്ളത്. ശരിക്കും നമുക്ക് മലയാളികൾക്ക് ഏറ്റവും ചേർന്ന ഒരു യോഗമാണ്, ഒരു ന്യായമാണ് ഈ ഗഡ്ഡരിക പ്രവാഹ ന്യായം എന്ന് പറയുന്നത്. ഗഡ്ഡരിക എന്ന് പറഞ്ഞാല് ആടാണ്, ഈ ചെമ്മരിയാട്. അപ്പോ പെൺ ചെമ്മരിയാട് ഇവരെന്താ ചെയ്യാ? ഇവര് നിന്നിട്ട് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് മേയും. അതിൽ നിന്ന് എന്ത് ചെയ്യും? അതിൽ നിന്ന് ഒരാട് നടക്കാൻ തുടങ്ങുമ്പോൾ അവരെല്ലാവരും നടക്കും. മുമ്പേ നടന്ന ആട് പുഴയിൽ വീണ് ഒഴുകാൻ തുടങ്ങിയാൽ പിന്നെയുള്ള ആടുകളും അതിലേക്ക് തന്നെ വീണ് അവർ ഒഴുകാൻ തുടങ്ങും. ഗഡ്ഡരിക പ്രവാഹ ന്യായം. അപ്പോ ഗുണദോഷങ്ങളെ നോക്കാതെ നമ്മൾ ഗതാനുഗതികത്വത്തിലേക്ക് പോകുമ്പോൾ എന്തായിത്തീരുന്നു? ഈ ഗഡ്ഡരിക പ്രവാഹ ന്യായം പോലെ നമ്മൾ അപകടത്തിൽപ്പെടുന്നു. നമ്മൾ വിശേഷമില്ലാതെ കാണുന്നവർ. അപ്പൊ പശ്യതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വിശേഷമായി സവിശേഷമായ രീതിയിൽ കാണുന്നു എന്നാണ്. അപ്പോ ഈ അദ്വൈതത്തിലേക്ക് അതിനെ സവിശേഷമായ രീതിയിൽ കണ്ട് തന്നിൽ നിന്ന് ഭിന്നമല്ല എന്ന് കാണുമ്പോൾ അതെന്തായിത്തീരുന്നു? അത് അനുഭവമായി തീരുന്നു. അവനാണ് ശരിക്ക് അറിഞ്ഞാൽ എന്തായി? ബ്രഹ്മവിത്ത്
ബ്രഹ്മം തന്നെയായി. ഇതാണ് അതിന്റെ ആശയം. അതാണ് വിശേഷമായിട്ട് യഹ പശ്യതി, ശരിക്ക് കാണുന്നവനാണ് എന്താകുന്നത്, കാണുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അതാണ്. ശരി ശരി. ശരി സാർ, വളരെ സന്തോഷം. അവസാനമാണെങ്കിൽ സാർ ഒരു 5 മിനിറ്റ് പറയുമ്പോൾ നമുക്കൊരു ഒരു 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 സന്തോഷം, ഒരു സാന്ത്വനമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ചോദിക്കുന്നത്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ.